അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഞാൻ ഈ പറയുന്ന ഒരു കാര്യം എനിക്ക് പേഴ്സണലി അറിയാവുന്ന, എനിക്ക് അനുഭവമുള്ള, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മഹലിൻ്റെ ഒരു കമ്മിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ, ആ മഹലിൽ നേരത്തെ ഭരിച്ചിരുന്ന സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ആ മഹലിൻ്റെ ഒരു കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്ത ഒരു ഹിന്ദു പെൺകുട്ടിയെയാണ്. ഹിന്ദു പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിക്കുന്നത് സാധാരണയാണ്. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നുണ്ട്. തിരിച്ച് ഹിന്ദുക്കൾ ഇതേപോലെ മുസ്ലിം പെൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിശ്ര വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ പെർട്ടിക്കുലർ ഈ കേസിൽ ഈ മഹലിൻ്റെ ഒരു നാഥനായ ഒരാൾ, മഹലിലെ ആളുകൾക്ക് നന്മയിലേക്ക് ക്ഷണിക്കുന്ന, അവിടെ വയറ് വെക്കുന്ന ആളുകളെ മുഴുവനും പ്രചോദിപ്പിക്കുന്ന ഒരാളുടെ മകൻ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അവളൊരു കരാർ എഴുതിയിരുന്നു, ഞാൻ ഒരു കാരണവശാലും ഞാൻ മതം മാറില്ല, അത് ഉറപ്പുണ്ടെങ്കിലേ എന്നെ വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ്. വർഷങ്ങളോളം നീണ്ട പ്രണയമായിരുന്നു. ഇവർ പഠിക്കാൻ പോയിരുന്നുള്ള പ്രണയമാണ്. അങ്ങനെ പ്രണയം വിവാഹത്തിലെത്തി. വീട്ടുകാർ പലതവണ ഇതിനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ ഒരു കാരണവശാലും അവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിക്കുള്ളൂ. അങ്ങനെ ഇവൻ ഗൾഫിലായിരുന്നു. ഇവർ പഠിക്കുന്ന കാലത്തിലൊരു പ്രണയമാണ്. അങ്ങനെ ഇവൻ ഗൾഫിൽ പോയി. ഇവള് ജോലിയുണ്ട്. ആ ജോലിക്കിടയിലാണ് അവൾ എന്ത് ചെയ്ത് ഈ വിവാഹവുമായിട്ട് മുന്നോട്ട് വന്നത്. ഒടുവിൽ ഈ വീട്ടുകാർ, ഈ കമ്മിറ്റി അംഗം ഇങ്ങനെ ഒരു ഉപാധി വെച്ച് ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അങ്ങനെ വിവാഹത്തിന് വേണ്ടി മതം മാറാൻ തയ്യാറല്ല. അങ്ങനെ ഒരു കരാറ് വെച്ചു. മതമൊന്നും എന്നെ മാറ്റരുത് എന്നുള്ളതായിരുന്നു കരാറ്. അങ്ങനെ വിവാഹം ചെയ്ത് നാട്ടിൽ കൊണ്ടുവന്നു. ഇതൊരു വലിയ ബഹളമായിട്ട് മാറി മഹലിൽ. ഒരു മഹല്ല് ഭരിക്കുന്ന ആ മഹല്ല് കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി കൂടിയായ ഇപ്പോഴത്തെ പാനലിൽ വെറും ഒരു അംഗം മാത്രമായ ഈ ഒരു മനുഷ്യന്റെ മകൻ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയെ, അതും ഒരു കുഴപ്പമില്ലാതെ ആ ഒരു ചങ്ങാതി ആ മകനെയും മരുമകളെയും വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ വിവാദമായി. ആളുകൾ ചെന്ന് പറഞ്ഞു, ഉസ്താദുമാർ ചെന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരിക്കലും മതപരമായിട്ട് ശരിയല്ല. ഇന്ത്യൻ്റെ നിയമം അനുസരിച്ചിട്ട് ആർക്കും ആരെയും വിവാഹം കഴിക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു വിശ്വാസിക്ക് വിശ്വാസപരമായിട്ട് നീങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അത് പ്രകാരം എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഒന്നുകിൽ അവളോട് മതം മാറാൻ പറയൂ. അപ്പോൾ ഇയാള് നിസ്സഹായനാണ്. ഈ വാപ്പ നിസ്സഹായനാണ്. വാപ്പ മോനോട് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇത് പരസ്പരം മതത്തിന്റെ പ്രശ്നമല്ല, ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണ്. പിന്നെ ഇപ്പൊ ഇതൊരു മതം മാറേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ലല്ലോ. മതം മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ലവ് ജിഹാദായി, അങ്ങനെ പ്രശ്നങ്ങളായി, അതായി വലിയ വാർത്തയായിട്ട് മാറും. അവൾ അവളുടെ മതമായിട്ട് ജീവിക്കട്ടെ, ഞാൻ എൻ്റെ മതമായിട്ട് ജീവിക്കും, അതിനെന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. ഇന്ന് ഇത്തരം വിവാഹങ്ങൾ യഥേഷ്ടം നടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 10-15 കൊല്ലം മുൻപ്, വേണ്ട ഒരു 5 കൊല്ലം മുമ്പാണെങ്കിൽ, ഇത്തരം മിശ്ര വിവാഹങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും പെണ്ണ് എവിടെയാണോ, ആണിന്റെ മതം ഏതാണോ അതിലേക്ക് മാറും. ഇന്ന് അങ്ങനെ മാറാതെ കല്യാണം കഴിക്കണം. അപ്പൊ വലിയൊരു ഇഷ്യൂ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മഹല്ല് ഈ ഒരു ചെക്കൻ്റെ വാപ്പ നേരത്തെ ആ മഹലിൽ പല കാര്യങ്ങളിലും പലതിലും മുൻപന്തിയിലുള്ള ഒരാളാണ്. അന്ന് ആ നാട്ടിലൊരു സഖാവുണ്ട്. ആ സഖാവ് അങ്ങനെ പള്ളിയുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും പള്ളിയിൽ അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് ബന്ധമുള്ള ഒരാളാണ്. നല്ല തികഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളുടെ മകൻ ഇതുപോലൊരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നപ്പോൾ ഈ മഹലിലെ ആ വീട്ടുകാരെ ബഹിഷ്കരണം നടത്തിയിട്ട്, ആ വീട്ടുകാരെ മഹലിന്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ നേതൃത്വം കൊടുത്തത് ഇയാളാണ്. അന്ന് ഇയാൾ ഭയങ്കര ആദർശവാദിയാണ്. നിങ്ങൾ ചെയ്തത് ശരിയല്ല, നിങ്ങൾ ഈ സമുദായത്തിനെ മോശമാക്കി, നിങ്ങളുടെ മകൻ ഇങ്ങനെ മതം പഠിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ കണ്ടില്ലേ, അവനൊരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, അവൾ മതം മാറാൻ തയ്യാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ ആ വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അന്ന് അത് വലിയൊരു ചർച്ചയായും. ഒടുവിൽ മഹല് ബഹിഷ്കരണം എന്നുള്ളത് വളരെ മോശം ഒരു രീതിയാണ്, അങ്ങനെയൊന്നും ചെയ്യേണ്ട. അവർ മഹല്ലുമായിട്ട്, അപ്പോൾ അവർ പറഞ്ഞു, ഇനി ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും മയ്യത്ത് ആ ഒരു പള്ളിയിൽ കബറടക്കില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു വീരവാദങ്ങൾ. പക്ഷെ അതിലേക്കൊന്നും നീങ്ങിയില്ല. അതൊരു കുറച്ച് മാസത്തെ ഒരു പ്രശ്നമായിട്ട് മാറുകയും ആ വീട്ടുകാർ മഹല്ലിലേക്കുള്ള വരിസംഖ്യ കൊടുക്കുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഗൾഫിലാണ് ഈ ഒരു ഭാര്യയും ഈ കല്യാണം കഴിച്ച ഹിന്ദു പെണ്ണും ആ ആണും ജീവിക്കുന്നത്. അന്ന് ആ വീട്ടുകാർക്കെതിരെ രംഗത്ത് വരാനും നാട്ടിൽ വളരെ വലിയ ആ പെൺകുട്ടിയെ മതം മാറ്റാനൊക്കെ നടന്നിരുന്ന ഒരാളുടെ മകനാണ് ഇന്ന് ഇതേ സംഭവം ആവർത്തിക്കുന്നത്. അത് ആവർത്തിച്ചപ്പോൾ ആ മകനെ സപ്പോർട്ട് ചെയ്യുന്ന, ആ മകൻക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഈ മനുഷ്യനായി പോയി. ഇതാണ് വിധി വൈപരീതം. ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാഴ്ച, ഇത്തരം സംഗതികളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കരുതുന്ന ഒരു സമൂഹമായിട്ട് വളരെയാണ്. ഇതാണ് നമ്മൾ വളരെ ചിന്തിക്കേണ്ടത്. സാധാരണ ഇത്തരം കേസുകൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ വേഗം മതം മാറട്ടോ. ഒരു മുസ്ലിം പെൺകുട്ടി ഇപ്പൊ അങ്ങോട്ടാണ് പോകണമെങ്കിൽ വേഗത്തിൽ അമ്പലത്തിൽ പോയി താലി ചാർത്താൻ ഇതിനൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. അത് അങ്ങനെയാണ്, കോമിയങ്ങൾ അങ്ങനെയാണ്. എന്തായാലും വേണ്ട, തൻ്റെ കാര്യം വിജയിച്ചാൽ മതി എന്ന് കരുതുന്നവരാ. എത്രയോ കേസുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കേസുണ്ട്. ഒരു ഉസ്താദിനെ വിവാഹം ഉറപ്പിച്ച് 1.5 വർഷം നിക്കാഹ് കഴിഞ്ഞ് വെച്ചതാണ്. ഒടുവിൽ ആ പെൺകുട്ടി എന്ത് ചെയ്തു, കൂടെ പഠിക്കുന്ന ഒരുത്തൻ്റെ കൂടെ പോയി അമ്പലത്തിൽ പോയി താലി ചാർത്തി. ഒരു മനസാക്ഷിക്കുത്തുമില്ല. ആ പെൺകുട്ടിക്ക് ആ വരന്റെ വീട്ടുകാർ കൊടുത്ത മഹറും കാര്യങ്ങളും
അവിടെ വെച്ചു. ആ വീട്ടുകാർ കരുതി വെച്ചിരുന്ന കുറച്ച് സ്വർണ്ണമുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടാണ് ഈ പെണ്ണ് പോയത്. കോടതിയിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർണം തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും കൊടുക്കാൻ ആ പെൺകുട്ടി തയ്യാറാവാതെ ഇഷ്ടപ്പെട്ട ആളെ കൂടെ പോകാൻ കോടതി വിട്ടുകൊടുക്കാൻ. കാരണം ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് ഇഷ്ടപ്പെട്ട ആളെ കൂടെ ജീവിക്കുക എന്നുള്ളത്. കോടതിക്ക് എന്തായാലും അവിടെ പേരൻസിന്റെ ദുഃഖം എന്താണ്, അല്ലെങ്കിൽ ഉമ്മാടെ ദുഃഖം എന്താണ്, വാപ്പാടെ അല്ലെങ്കിൽ ഈ കെട്ട് പറഞ്ഞവന്റെ ദുഃഖം എന്താണ്, ഇതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനിടയിലാണ് ഇതുപോലത്തെ ഒരു അനുഭവം. എത്ര അനുഭവങ്ങൾ കണ്ടാലും പഠിക്കാത്ത ആളുകളായിട്ട് മാറി. ഇതിലിപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാറി. മുമ്പ് നമ്മൾ വളരെ ഗൗരവമായിട്ട് കണ്ടിരുന്ന തെറ്റുകൾ ഇന്നൊരു തെറ്റായിട്ട് പോലും ആളുകൾ കാണുന്നില്ല. എത്രയോ കേസുകളിലുണ്ട്. ഒന്നാമത് ഇത്തരം വിവാഹങ്ങൾ കൊണ്ട് എന്ത് ബർക്കത്തുണ്ടാവണം. ഈ പ്രണയം തന്നെ, പ്രണയം ഒരു കാമമായിട്ട് മാറുന്നത് ഒരു കരുണയല്ല, അതൊരു ഇഷ്ടമാണ്. ഇഷ്ടപ്പെടുന്നത് എന്തും കുറച്ച് കഴിഞ്ഞാൽ വെറുക്കും. ഈ ഒരു ബോധ്യം പോലും ഇല്ല. എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്, എന്നാലും നമുക്കിത് ബോധ്യപ്പെടുന്നില്ല. ഇപ്പൊ ഞാനിപ്പോൾ ഏതെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറ്റി, അതൊന്നും അല്ല ഇപ്പൊ ഞാനീ പറഞ്ഞ വിഷയം. വിവാഹം എന്നുള്ളത് പവിത്രമായ ഒരു കോൺസെപ്റ്റാണ്. അതിപ്പോ ഇനി സ്വന്തം കൗമിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുകയാണെങ്കിലും അതിന്റെ പവിത്രതയെ നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊക്കെ വിയോജിപ്പാണ്. ആഡംബരങ്ങളെ കുറിച്ചോ ആഘോഷങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു പവിത്രതയെ കളങ്കപ്പെടുത്തുന്നത് എന്താണോ അതിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഈ രീതിയിൽ ഏത് സമൂഹത്തിലുള്ള ആളുകളെയും വിവാഹം കഴിക്കാനും അതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആളുകളും പോയി മാറി. ഇതൊക്കെ തെറ്റാണെന്നൊരു പള്ളിയിൽ ഉസ്താദ് പരസ്യമായിട്ട് പ്രസംഗിച്ചാലോ ആ ഉസ്താദിന് ജോലി പോകും. പാവം ഉസ്താദുമാർക്ക് ഇന്ന് തെറ്റാണ് ശരിയാണ്, അല്ലെങ്കിൽ ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണെന്ന് പബ്ലിക്കിൽ പറയാൻ പറ്റാത്തൊരു കാല. കാരണം ഇന്ന് ആ രീതിയിലുള്ള സമൂഹമായിട്ട് മാറി. അപ്പൊ ഈ ഒരു കമ്മിറ്റിക്കാരൻ്റെ ഞാൻ ആളുകളെ പേരുകളോ നാടൊന്നും പറയാത്തത്, നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് വിമർശിക്കാനൊന്നുമല്ല. ഇങ്ങനെ വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകളുടെ ഉള്ളിലുള്ള മുമ്പ് നമ്മൾ ഗൗരവമായിട്ട് കണ്ടിരുന്ന സാധനങ്ങൾ ഇന്ന് സൊസൈറ്റി കാണുന്നത് ഒരു തെറ്റായിട്ട് പോലുമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരേ നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മുമ്പ് ചില ആളുകളെ എന്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയോ അതേ സാധനം നമ്മുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളത് ഹബീബ നബി പഠിപ്പിച്ചതാണ്. അപ്പം അന്ന് ആ വീട്ടുകാർ ഇങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടിയെ നോക്കി കല്യാണം കഴിച്ചു. അപ്പോൾ അതിനെ വലിയ മതം മാറ്റണമെന്ന് പറഞ്ഞാൽ ഇന്ന് സ്വന്തം വീട്ടിലേക്ക് സ്വന്തം മകൻ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ എന്തിനാണ് മതം മാറ്റുന്നത് എന്ന് പറയുന്ന മകൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വാപ്പ. പിന്നെ ഇപ്പോൾ അയാളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കലോ അല്ലെങ്കിൽ മഹലിൽ നിന്ന് പുറത്താക്കലോ നല്ലല്ലോ പരിഹാര മാർഗം. നന്നായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കൊടുക്കുക, മക്കളെ നിങ്ങൾ പ്രണയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിൽ അത് ഏത് രീതിയിൽ വേണം, അത് പിന്നീട് പ്രാക്ടിക്കലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതിന് നമ്മുടെ മഹലിൽ സംവിധാനം ഉണരണം. ഇതെങ്ങനെയാണ്? എന്തെങ്കിലും മഹലിൽ വല്ല പരിപാടി വെച്ചിട്ടാണെങ്കിൽ അത് കേൾക്കാൻ പോലും ആളില്ല. കേൾക്കേണ്ട ആളുകൾ അത് കേൾക്കുന്നില്ല. കേൾക്കുന്നവരാരാണ്? പ്രായമായി വീട്ടിൽ നിന്ന് ഒരു ഇതും ഇല്ലാതെ അങ്ങനെ വന്നു നിൽക്കുന്ന കുറേ പ്രായമുള്ള കുറച്ച് ആളുകൾ, പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ടുന്ന കുറച്ച് ആളുകൾ. അത് മാത്രമാണ് ഇവർ കേൾക്കാനുണ്ടാവുക. അപ്പൊ സമുദായത്തിന്റെ എല്ലാ ആളുകളിലേക്കും ഇത് എത്തുന്നില്ല. ഇത് മക്കൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മറ്റേ ഇൻസ്റ്റ വഴിയാണ് എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അപ്പൊ ഞാനിത് ഇന്നലെ എറണാകുളം തൃപ്പൂണിത്തറയിൽ ഒരു 19കാരി മരണപ്പെട്ടു. 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു പോക്സോ കേസിൽ ഇരയാണ്. കുറച്ച് ആളുകൾ പീഡിപ്പിച്ചിട്ട് ഇരയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഇവളെ ഇൻസ്റ്റ വഴി ഒരുത്തനെ പ്രണയിച്ചു. എന്നിട്ട് ആ ചെക്കൻ ഈ പെൺകുട്ടിനെ കാട്ടാത്ത ദുരിതങ്ങളില്ല, അടിച്ച് പഞ്ചറാക്കി. കഴിഞ്ഞ ദിവസം അവളെ മൃഗീയമായിട്ട് അടിച്ചിട്ട് വയ്യാണ്ട് കിടക്കുമ്പോൾ ലൈംഗികമായിട്ട് അവളെ പീഡിപ്പിച്ചിട്ട് ഒടുവിൽ അവൾ സഹിക്കാൻ വയ്യാതെ കെട്ടി തൂങ്ങി. ഇവൻ ആ വീട്ടിലേക്ക് അമ്മയില്ലാത്ത സമയത്ത് കയറി വരികയാണ്. വന്നിട്ട് ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യാൻ ഈ പെണ്ണ് സമ്മതിച്ചു കൊടുക്കുകയാണ്. എത്ര അടി കിട്ടിയാലും ഇവൾ അമ്മയോട് പറയില്ല ഇത് ഇന്നവനെ അടിച്ചതാന്നുള്ളത്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, ഈ ഒരു പ്രണയം കൊണ്ടെത്തിക്കുന്ന ഒരു രീതി. ആ പെൺകുട്ടി ഇന്നലെ മരിച്ചു. ആ പെൺകുട്ടി 2-3 ദിവസമായിട്ട് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. ഇതൊക്കെ ഈ കാമുകൻ ചെയ്തതാണ്. കാമുകനെ അറസ്റ്റ് ചെയ്തു. അനൂപ് എന്നാണ് അവളുടെ പേര്. എൻ്റെ അമ്മ പറയുന്ന ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എത്രത്തോളം നമ്മുടെ നിലവിലെ സാഹചര്യം മോശമാണ് ഈ അമ്മയുടെ വാക്കിൽ നിന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞു, മോളെ ആ ഒരു റിലേഷൻ വേണ്ട, അതൊരിക്കലും സക്സസ് ആകില്ല എന്ന് ഞാൻ ഇവളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഒരിക്കൽ ഞാൻ പള്ളി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവൻ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഓർത്ത് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവളോടും ചോദിച്ചു, താല്പര്യം ഉണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരോട് എന്നെ വന്ന് കാണുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു 3 വർഷത്തെ സമയം തന്നെയെന്ന് പറഞ്ഞു. 3-4 വർഷത്തെ സമയം തന്നെയെന്ന് പറഞ്ഞു. അതൊരു നല്ല ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും, മാനസികമായിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തി. നമ്മൾ പറഞ്ഞു, മോളെ ഇതൊരിക്കലും ശാശ്വതമായ കാര്യമല്ല, നിനക്ക് ഇത് ദോഷം ചെയ്യും എന്ന് ഞാൻ പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് 65 വയസ്സാണ്, 66 വയസ്സാകാറായി. എൻ്റെ ശാരീരിക മാനസികമായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ഞാനൊരു വിധവയാണ്.
പിന്നെ ഈ പെൺകുട്ടി മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ മാറി താമസിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവനേക്കാളും എനിക്ക് അവളുടെ ജീവൻ സംരക്ഷിക്കണം എന്നാണ്. കാരണം ഞാൻ ഇന്നില്ലാണ്ടായി നാളെ അവൾക്കാരുമില്ല. ഇപ്പം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവൾക്ക് സംഭവിച്ചത് നിങ്ങളോട് പറയാനുള്ള അവസരം എനിക്കുണ്ടായത്. അല്ലെങ്കിൽ ഇല്ല. ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശ്രീലങ്ക എന്നുള്ളതാണ്. ശ്രീലങ്കയിലാണ് ആദം നബി അലൈഹി സ്വലാം വന്ന് ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരു വിശ്വാസം. ചരിത്രപരമായിട്ട് പല സ്ഥിരീകരണങ്ങളൊന്നുമില്ല, വിശ്വാസങ്ങൾ മാത്രമാണ്. ചില ആളുകൾ ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് ഉത്തരങ്ങളും ശരിയാണ്. പക്ഷെ കൂടുതൽ ശരിയെന്ന് പറഞ്ഞു കേൾക്കുന്നത് ശ്രീലങ്കയാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് ഷാബാൻ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരുപാട് പുണ്യങ്ങളുള്ള ഒരു മാസമാണ്. ഇന്ന് ഷാബാൻ എത്രയാണ് എന്നുള്ളതാണ്. ഈ ഒരുപക്ഷെ സ്റ്റേറ്റിലൊക്കെ മാസം കാണുന്നതിന് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഷാബാൻ എത്രയാണ് അത് പറഞ്ഞാൽ മതി. കേരളത്തിൽ നിന്നല്ല, നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിൽ നിങ്ങളുടെ ഷാബാൻ എത്രയാണ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.